Kerala Catholic School shut for 2 days after there's a row over student wearing hijab. A CBSE affiliated school run by the Latin Catholic Church has announced a 2-day holiday after tensions arose over a student's demand to wear a hijab, which the institution prohibits. And then following a parent-teacher meeting, the school declared that classes would be suspended on Monday and Tuesday to help ease the situation. In a letter to parents dated October 12, Principal Helena stated that the holidays were being declared in view of the mental stress caused by the situation, and as several teachers and non-teaching staff have taken leave. Although the letter did not directly mention the dispute, it referred to a student who came dressed in an outfit not allowed by the school. ഒന്ന് ഈ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ എന്ത് ധരിക്കണമെന്ന് സംബന്ധിച്ചിടത്തോളം സ്കൂൾ അധികാരി ഇടപെടാൻ വേണ്ടി പാടില്ല. രണ്ടാമത്തെ കാര്യം, അവിടെ ഒരു യൂണിഫോം ഉണ്ടാകും. അത് ആ യൂണിഫോം അവിടെ എല്ലാ വിദ്യാർത്ഥികളും അംഗീകരിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ യൂണിഫോം മറയ്ക്കുന്ന നിലയിൽ ഒരു വസ്ത്രം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരു സ്കൂളിന് പൊതുവിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. എല്ലാവരും ബാധിക്കുന്ന നിലയിലുള്ള ഒരു ന്യായമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റില്ല. അതിൽ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും ഓരോ സ്കൂളിൻ്റെയും സാഹചര്യം അനുസരിച്ച് അവരോട് സഹകരിക്കുമെന്ന നിലപാട് മാത്രമേ സ്വീകരിക്കാൻ പറ്റൂ. കാരണം നമ്മൾ മറ്റു ചില സംസ്ഥാനങ്ങൾ നടക്കുന്ന പോലെ സ്കൂൾ യൂണിഫോമും വസ്ത്രമിട്ടുള്ള വന്നതിൻ്റെ പേരിൽ സംഘർഷമുണ്ടായി സ്കൂൾ അടച്ചുപൂട്ടി അനിശ്ചിതകാലത്തേക്ക് വരുന്ന സ്ഥിതിച്ചിട്ടുണ്ടാകാൻ വേണ്ടി പാടില്ല. മാനേജ്മെന്റ് കുറച്ചുകൂടെ പക്വതയോടെ പെരുമാറണമായിരുന്നു. STPയുടെ നേതൃത്വത്തിലാണ് ഇവിടെ നടന്ന ഈ പ്രശ്നങ്ങൾക്ക് മുഴുവൻ STP ആണ് നേതൃത്വം കൊടുത്തത്. നമ്മളെല്ലാം അഭിമാനത്തോടുകൂടി പറഞ്ഞിരുന്ന നമ്മുടെ കേരളത്തിന്റെ മതേതര സ്വഭാവത്തിന് വലിയ കളങ്കമുണ്ടാക്കുന്ന ഒരു നിലപാട്. ഒരു കുട്ടി ഹിജാബ് ധരിക്കുന്നതിന് ഒരു തെറ്റില്ല, യാതൊരു തെറ്റില്ല. പക്ഷെ ഇവിടെ 117 കുട്ടികൾ ഇവിടെ മുസ്ലിം സമുദായത്തിൽപ്പെടുന്ന കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഈ സ്കൂളിന് ഒരു ഡ്രസ് കോഡുണ്ട്, അത് പാലിക്കണമെന്ന് എല്ലാവർക്കും ഉള്ളൊരു നിർബന്ധമാണ്. ആ നിർബന്ധത്തിന് അത് കോടതിയും സർക്കാരും എല്ലാം അംഗീകരിച്ചിട്ടുള്ളതാണ്. പ്രൈവറ്റ് മാനേജ് സ്കൂളുകൾ അവരുടെ യൂണിഫോം ധരിക്കുന്നത്. ഇവിടെ വലിയ രീതിയിൽ STPയുടെ ആളുകൾ വരികയും ഇവരെ ഭീഷണിപ്പെടുത്തുകയും വലിയ രീതിയിലുള്ള സമ്മർദ്ദം ചെലുത്തുകയും സിസ്റ്റർമാരും അതുപോലെ അധ്യാപകരും ഭയന്നാണ് യഥാർത്ഥത്തിൽ 2 ദിവസത്തിന് ഈ സ്കൂൾ അടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടായത്. ഇത് കേരളത്തിൽ അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് ഇസ്ലാമിക് സ്റ്റേറ്റിന്റെ ഒരു പരിച്ഛേദം കേരളത്തിൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതാണ്.